ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളിൽ ഒരാളായ BMW കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. 1916 ബെയറിഷെ ഫെക്സ്യൂർക്കെ AG രൂപീകൃതമായത്. ഈ കമ്പനിയുടെ പേര് 1922 ബെയറിഷെ മോട്ടറൈൻ വർക്ക് അഥവാ BMW എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. എന്നിരുന്നാലും BMW എന്ന പേര് 1913 മുതൽ ആരംഭിച്ചതാണ്. ഈ പേര് ഉപയോഗിക്കുന്നതിനുള്ള യഥാർത്ഥ കമ്പനി കാൾ റാപ്പ് സ്ഥാപിച്ചതാണ്. മ്യൂണിക്കിലെ റാപ്പ് മോട്ടറൈൻ വർക്ക് GmbH ഉടമയായിരുന്നു കാൾ ഫ്രെഡറിക് റാപ്പ്. കാലക്രമേണ ഈ കമ്പനി BMW ആയി മാറി. കമ്പനിയുടെ പരോക്ഷ സ്ഥാപകനായി BMW AG അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്തു. BMW ആദ്യ ഉൽപ്പന്നം 6 വിമാന എഞ്ചിനായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷം മോട്ടോർ സൈക്കിൾ എഞ്ചിനുകൾ, കാർഷിക ഉപകരണങ്ങൾ, വീട്ടുപകരണങ്ങൾ, റെയിൽവേ ബ്രേക്കുകൾ എന്നിവ നിർമ്മിച്ച് BMW ബിസിനസ്സിൽ തുടർന്നു. 1923 കമ്പനി ആദ്യത്തെ മോട്ടോർ സൈക്കിൾ BMW R32 നിർമ്മിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മോട്ടോർ സൈക്കിൾ 1937 രൂപകൽപ്പന ചെയ്തത് BMW ആണ്. എയർക്രാഫ്റ്റ് എഞ്ചിനുകൾ, മോട്ടോർ സൈക്കിളുകൾ, ഓട്ടോമൊബൈൽ എന്നിവ രണ്ടാം ലോക മഹായുദ്ധം വരെ BMW പ്രധാന ഉൽപ്പന്നങ്ങളായിരുന്നു. യുദ്ധസമയത്ത് BMW ഫാക്ടറികൾ കനത്ത ബോംബാക്രമണത്തിൽ നശിക്കപ്പെട്ടു. 1948 BMW മോട്ടോർ സൈക്കിൾ ഉൽപ്പാദനം പുനരാരംഭിച്ചു. തുടർന്ന് 1952 ബവേറിയയിൽ കാർ ഉൽപ്പാദനം പുനരാരംഭിച്ചു. ലൈസൻസിന് കീഴിലുള്ള വില കുറഞ്ഞ ഇസറ്റ മൈക്രോ കാർ ഉൽപ്പാദനത്തിലൂടെ കാറുകളുടെ ശ്രേണി 1955 വിപുലീകരിച്ചു. ആഡംബര കാറുകളുടെ മന്ദഗതിയിലുള്ള വിൽപ്പനയും മൈക്രോ കാറുകളിൽ നിന്നുള്ള ചെറിയ ലാഭവും BMW ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും 1959 കമ്പനി എതിരാളികളായ ഡൈംലർ ബെൻസ് ഏറ്റെടുത്തു. ഹെർബർട്ട് കോണ്ടും ഹരാൾഡ് കോണ്ടും ചേർന്ന് BMW നടത്തിയ ഒരു വലിയ നിക്ഷേപം കമ്പനി ഒരു പ്രത്യേക സ്ഥാപനമായി നിലനിൽക്കാൻ കാരണമായി തീർന്നു. 1962 BMW ന്യൂ ക്ലാസ് കോമ്പാക്ട് സെഡാനുകൾ അവതരിപ്പിച്ചത് സ്പോർട്ട് ഓറിയൻറ്റഡ് കാറുകളുടെ മുൻനിര നിർമ്മാതാവെന്ന നിലയിൽ BMW പ്രശസ്തിയുടെ തുടക്കമായിരുന്നു. 1960കളിലുടനീളം കൂപ്പ് ലക്ഷറി സെഡാൻ മോഡലുകൾ ചേർത്ത് BMW അതിൻ്റെ ശ്രേണി വിപുലീകരിച്ചു. BMW 5 സീരീസ് മിഡ് സൈസ് സെഡാൻ ശ്രേണി 1972 അവതരിപ്പിച്ചു. 1975 BMW 3 സീരീസ് കോമ്പാക്ട് സെഡാനുകളും 1976 BMW 6 സീരീസ് ലക്ഷറി കൂപ്പുകളും 1978 BMW 7 സീരീസ് വലിയ ലക്ഷറി സെഡാനുകളും അവതരിപ്പിച്ചു. BMW M ഡിവിഷൻ 1978 ആദ്യത്തെ റോഡ് കാറായ മിഡ് എഞ്ചിൻ സൂപ്പർ കാർ പുറത്തിറക്കി. 1984 BMW M5ഉം 1986 BMW M3യും പുറത്തിറക്കി. 1986 750i ലക്ഷറി സെഡാനിൽ BMW ആദ്യത്തെ V12 എഞ്ചിൻ അവതരിപ്പിക്കുകയുണ്ടായി. 1994 കമ്പനി റോവർ ഗ്രൂപ്പ് വാങ്ങി. എന്നിരുന്നാലും ഏറ്റെടുക്കൽ വിജയിച്ചില്ല. ഇത് BMW വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. 2000 മിനി, റോൾസ് റോയ്സ് എന്നിവ മാത്രം നിലനിർത്തി മിക്ക റോവർ ബ്രാൻഡുകളും കമ്പനി വിറ്റു. 1995 BMW Z3 വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന 2 സീറ്റ് റോഡ്സ്റ്റർ ഉൾപ്പെടുത്തുന്നതിലേക്കായി ലൈനപ്പ് വിപുലീകരിച്ചു. 1999 BMW X5 കൂടി SUV വിപണിയിൽ കമ്പനിയുടെ പ്രവേശനം തുടങ്ങി. BMW അവരുടെ ആദ്യത്തെ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ടർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ 2006 അവതരിപ്പിച്ചത്. ആദ്യത്തെ ഹൈബ്രിഡ് BMW 2010 ഇറങ്ങിയ ആക്റ്റീവ് ഹൈബ്രിഡ് 7 ആയിരുന്നു. BMW ആദ്യത്തെ ഇലക്ട്രിക് കാർ BMW i3 സിറ്റി കാറാണ്. ഇത് 2013 പുറത്തിറങ്ങി. റിയൽ വീൽ ഡ്രൈവ് കാറുകളിൽ പ്രശസ്തി നേടി നിരവധി വർഷങ്ങൾക്ക് ശേഷം BMW ആദ്യത്തെ ഫ്രണ്ട് വീൽ ഡ്രൈവ് കാർ 2 സീരീസ് ആക്റ്റീവ് ടൂറർ മൾട്ടിപർപ്പസ് വെഹിക്കിൾ 2014 പുറത്തിറങ്ങിയത്. COVID-19 തുടർന്ന് 2020 വിൽപ്പന 8.4% കുറഞ്ഞുവെന്ന് 2021 ജനുവരിയിൽ BMW പ്രഖ്യാപിച്ചു. എന്നിരുന്നാലും 2020 നാലാം പാദത്തിൽ BMW ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളുടെ 3.2% വർധനവിന് സാക്ഷ്യം വഹിച്ചു. ഒരു വിമാന പ്രൊപ്പലറിൻ്റെ
ചലനത്തിൻ്റെ ചിത്രീകരണവുമായാണ് ലോഗോയുടെ ഉത്ഭവമെന്ന് പലരും പറയുന്നുണ്ട്. നീലാകാശത്തിലൂടെ മുറിച്ചതായി തോന്നുന്ന വെളുത്ത ബ്ലേഡുകളുള്ള BMW ലോഗോ 1929 BMW പരസ്യത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു മിഥ്യയാണ്. കറങ്ങുന്ന പ്രൊപ്പലറിൽ BMW ചിഹ്നം പൊതിഞ്ഞതായി ചിത്രീകരിച്ചിരിക്കുന്നു. ഈ പ്രൊപ്പലർ ചിത്രീകരണം ആദ്യമായി ഒരു BMW പരസ്യത്തിൽ 1929 ഉപയോഗിച്ചുവെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആയതിനാൽ ഇത് ലോഗോയുടെ യഥാർത്ഥ ഉറവിടമല്ല. 2006 ഗുഡ്ഗാവിൽ പ്രവർത്തനം തുടങ്ങിയ BMWൻ്റെ അസംബ്ലിംഗ് പ്ലാന്റ് ചെന്നൈയിൽ 2007 മുതൽ പ്രവർത്തിച്ചു തുടങ്ങി. 100 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ഈ പ്ലാന്റിൽ BMW 3 സീരീസ്, BMW 5 സീരീസ്, 7 സീരീസ്, X1, X3 കാറുകൾ നിർമ്മിച്ചു വരുന്നു. ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.